വാർത്തകൾ തുടരുന്നു. എടത്തിരുത്തി സെന്റ് ആൻസ് കോൺവെന്റ് സ്കൂൾ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക സിസ്റ്റർ മരിയയ്ക്ക് യാത്രയയപ്പും നൽകി. എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തി വാത്സല്യം പകർന്ന് വളർത്തി വലുതാക്കുന്ന ഒരു മുത്തശ്ശിയുടെ രൂപഭാവങ്ങളോടെ തല ഉയർത്തി നിൽക്കുന്ന ഈ സെന്റ് ആൻസിന്റെ മടിത്തട്ടിലേക്ക് ഇവർക്കും ഹൃദയംഗമമായ സ്വാഗതം. പ്രതിഭാധനരായ അനേകം അധ്യാപകരാൽ പരിപോഷിപ്പിക്കപ്പെട്ട് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ഇരിങ്ങാലക്കുട പ്രഥമ മെത്രാൻ ജെയിംസ് പഴയാറ്റിൽ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷകര കാര്യം ഈ സന്നമ്മയുടെ തിരുനാൾ ദിനത്തിലാണ് ഞാൻ ജനിക്കാൻ ഭാഗ്യം കിട്ടിയത്. ഈ സന്നമ്മയാണ് വാസ്തവത്തിൽ സ്വന്തം ഭർത്താവായ വിശുദ്ധ ജോവാക്കിനോട് ചേർന്നുകൊണ്ട് രക്ഷക യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് ജന്മം നൽകിയതും വേണ്ട പരിശീലനം കൊടുത്തതും. ഓരോ വിദ്യാലയത്തിനും ശരിയായ പരിശീലനം കൊടുക്കാൻ ബന്ധപ്പെട്ട് കടപ്പെട്ടിരിക്കെ സന്നമ്മയുടെ നാമധേയത്തിലുള്ള വിദ്യാലയം എന്നതുകൊണ്ട് ഈ സന്നമ്മയുടെ മാധ്യസ്ഥം മാർഗനിർദ്ദേശം നിശ്ചയമായും അനുഗ്രഹമാകും, സംശയം ഇല്ല തന്നെ. പ്രിയമുള്ളവർ, ഇതുവരെ വിദ്യാലയം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കാര്യം എന്താകുമായിരുന്നു ചിന്തിക്കുന്നത് നല്ലതാണ്. വളരെ വിശിഷ്ടമായിട്ടുള്ള ഫോർമേഷൻ കൊടുത്തുകൊണ്ട് ഉന്നതമായ പഠന നിലവാരം കാഴ്ചവെച്ചുകൊണ്ട് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് വ്യക്തിവികാസം ആവശ്യമെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാം ചെയ്തു കൊടുത്ത് പ്രോത്സാഹനം കൊടുക്കുന്ന ഈ വിദ്യാലയത്തിന്, വിദ്യാലയ സമുച്ചയത്തിന് ബന്ധപ്പെട്ട ഹെഡ് മിസ്റ്റർമാരുണ്ട്, സിസ്റ്റേഴ്സ്, എൻ്റെ മദറുണ്ട്, ഉദയ പ്രോവിൻസ് മാനേജ് ഒത്തുകാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോക്ടർ സിസ്റ്റർ റോസ്മേരി അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി ഫൊറോന പള്ളി വികാരി ഫാദർ ജോണി മേനാച്ചേരി, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ്, പഞ്ചായത്ത് അംഗം കെ എം മധുസൂദനൻ, PTA പ്രസിഡന്റ് വിൽസൺ അറയ്ക്കൽ, ഫ്രാൻസിസ് അസിസി, സിസ്റ്റർ സുമംഗള, സിസ്റ്റർ മീറ, സിസ്റ്റർ മേരി ലിൻസ്, സിസ്റ്റർ ടെസ്ലിൻ എന്നിവർ സംസാരിച്ചു. സൂപ്പർ താര ചിത്രത്തിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി രക്തം ദാനം ചെയ്ത് ആരാധകർ. മോഹൻലാൽ ചിത്രമായ ദൃശ്യത്തിന്റെ വൻ വിജയത്തിൽ ആഹ്ലാദിച്ചാണ് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ കൊടുങ്ങല്ലൂരിൽ രക്തം ദാനം ചെയ്തത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ രക്തദാനം ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷഹീൻ കെ മൊയ്തീൻ, പി ദിലീപ്, വിഷ്ണു, സുജിത് പുല്ലൂറ്റ്, KG അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. മലയാള സിനിമയുടെ ഒരു വഴിത്തിരിവായിട്ടാണ് ഞാൻ ആ ചിത്രം കാണുന്നത്. ഞാൻ കുടുംബസമേത ചിത്രം കണ്ടതാണ്. ന്യൂ ജനറേഷൻ എന്ന പേരിൽ മലയാള സിനിമയുടെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേർഡ് കളയുന്ന രീതിയിലുള്ള ന്യൂ ജനറേഷൻ സിനിമകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കുടുംബ പശ്ചാത്തലത്തിലുള്ള നല്ല കഥകൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ വിജയിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ. ഇന്നും തിയേറ്ററുകളിലത് കുടുംബസമേതമുള്ള പ്രേക്ഷകർ വളരെ ആഘോഷപൂർവ്വമാണ് ആ സിനിമ കാണാൻ വേണ്ടി എത്തുന്നത്. ഏറ്റവും ലളിതമായിട്ടുള്ള പ്രമേയം വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമ അതിൻ്റെ ആഖ്യാനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആഘോഷം, ഏറ്റവും ലളിതമായിട്ടുള്ള ആഘോഷം, ഇതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചപ്പോൾ തന്നെ കുറച്ച് നാളായി രക്തം ദാനം ചെയ്തിട്ട് ഞാൻ ഇന്ന് എൻ്റെ രക്തം ദാനം ചെയ്തുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ സന്തോഷമുണ്ട്. നന്ദി. ചന്തപ്പുര ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതുവരെ ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യാൻ ഹൈവേ അധികൃതർ തയ്യാറാകണമെന്ന് കർമ്മസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാതെ ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം നടത്തരുതെന്നും അല്ലെങ്കിൽ ശക്തമായ സമരപ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്ന് കർമ്മസമിതി നേതാക്കൾ പറഞ്ഞു. കൊടുങ്ങല്ലൂർ CI ഓഫീസ് പരിസരത്ത് നടന്ന ഉപരോധ സമരത്തിൽ വേണു വെണ്ണറ, KR ജയത്രൻ, CC വിപിൻ ചന്ദ്രൻ, TB ലജി, RM പവിത്രൻ, NS ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോ ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ഉദ്ഘാടനത്തിന് തീയതി തീരുമാനിക്കാൻ നടക്കുന്ന ആളുകൾ, നമുക്ക് അതിനു മുന്നിലുള്ളത് പടാകുളത്തിനപ്പുറം സർവീസ് റോഡില്ലാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. അവിടെ സർവീസ് റോഡ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ സമരത്തിലാണ്. സർവീസ് റോഡ് എന്നുള്ളത് വളരെ തദ്ദേശീയർക്കുള്ള ലോക്കൽ റോഡാണ്. ഇതുപോലുള്ള വലിയ റോഡുകൾ വരുമ്പോൾ സർവീസ് റോഡ് ജനങ്ങളുടെ അവകാശമാണ്. അത് ലോക്കൽ റോഡാണ്. സാധാരണ ആ പ്രദേശത്തെ ആളുകൾക്ക് അവർക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമാണ് സർവീസ് റോഡ്.
നമുക്കറിയാം ഈ റോഡിന്റെ പകുതിയോളം ഭാഗത്ത് സർവീസ് റോഡില്ല. ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ ആ സർവീസ് റോഡുകൾ ഉണ്ടായിരുന്നതാണ്. എന്നാൽ കോൺട്രാക്ടറും ബന്ധപ്പെട്ട അധികാരികളും ഒത്തുചേർന്നുകൊണ്ട് ഈ ബൈപ്പാസ് റോഡിന്റെ പകുതി ഭാഗത്ത് ഇന്ന് സർവീസ് റോഡില്ല. അവിടെ നിരന്തരം അപകടങ്ങൾ ഈ പടാകുളം ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെയും ആളുകൾ റോട്ടിൽ കുത്തിയിരിപ്പ് തുടങ്ങിയിരിക്കുന്നു. SNDP യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രസിഡന്റ് ഉമേഷ് ചളിയിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ശിവജി നടുമുറി അധ്യക്ഷത വഹിച്ചു. യോഗം കൌൺസിലർ PT മന്മഥൻ, ബിജു പുളിക്കനടുത്ത് എന്നിവർ ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് സെക്രട്ടറി ബേബി റാം, ദിൽഷൻ കൊട്ടേക്കാട്, KD വിക്രമാദിത്യൻ, PB ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. വളരെയേറെ നിർണായകമായ പ്രാധാന്യമുള്ള ഒരിടമാണ് കൊടുങ്ങല്ലൂർ. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത് 10,000-ലധികം ശാഖകളും 140-ലധികം യൂണിയനുകളും 1.5 ലക്ഷത്തിലധികം സ്വയം സഹായ സംഘങ്ങളും വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്ന SNDP യോഗം ഇന്ത്യയിലെ എന്നല്ല ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കേഡർ സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ശക്തമായി സമുദായാംഗങ്ങളെ സംഘടിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നേതൃത്വം ഇന്ന് നമുക്കുണ്ട്. അപ്പൊ ഇന്ന് ലോകം നിറഞ്ഞു നിൽക്കുന്ന ഈഴവ സമുദായാംഗങ്ങൾ ലോകത്തിന്റെ ഏതെല്ലാം മുക്കിലും മൂലയിലും അധിവസിക്കുന്നുവോ അവിടെയെല്ലാം ശ്രീനാരായണ ഗുരുദേവന്റെ പ്രസ്ഥാനമായ SNDP ശാഖകൾ രൂപീകരിച്ചുകൊണ്ട് ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഉദ്ഘാടനവും പത്രപ്രകാശനവും വ്യാഴാഴ്ച നടക്കും. സ്കൂൾ അങ്കണത്തിൽ രാവിലെ 10-ന് അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും. തൃശൂർ റൂറൽ SP അജിത ബീഗം മുഖ്യാതിഥിയാകും. SPC ജില്ലാ നോഡൽ ഓഫീസർ DYSP CR സേവ്യർ മുഖ്യപ്രഭാഷണം നടത്തും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് പത്രപ്രകാശനം നടത്തും. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തും. ചന്ദ്രാപിന്നി ചിറക്കൽ പള്ളി പരിസരത്ത് രൂപീകരിച്ച കനിവ് സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനവും കിഡ്നി ഹാർട്ട് രോഗ ചികിത്സാ ക്യാമ്പും ജനുവരി 10-ന് നടക്കും. രാവിലെ 8 മുതൽ മമ്പ ഉൽ ഉലൂം മദ്രസ ഹാളിലാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുക. വൈകിട്ട് 3-ന് കനിവ് സാംസ്കാരിക വേദി മതിലകം SI C പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മെഗാ ഷോയും അരങ്ങേറും. പൊഞ്ഞനം ഗ്രാമം കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നാടൻ പശുപരിപാലനം, നീര, തെങ്ങ് പരിപാലനം എന്നീ വിഷയങ്ങളിൽ സെമിനാർ നടത്തി. വെച്ചൂർ കൺസർവേഷൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ശോശാമ ഐഷ്, കൊച്ചുമൈദീൻ എറിയാട് എന്നിവർ ക്ലാസ് എടുത്തു. ഗ്രാമം പ്രസിഡന്റ് KK പുഷ്പൻ, സെക്രട്ടറി സലീം കടവിൽ എന്നിവർ സംസാരിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാതല മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TR ശശികല ടീച്ചർ നിർവഹിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് VS ദീപയ്ക്ക് നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ സബ് ജില്ലാ സെക്രട്ടറി ബിനോയ് T മോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TN അജയ്കുമാർ, PS അബിത, സബ് ജില്ലാ അംഗങ്ങളായ PB സന്ദീപ്, TV വിനോദ്, MC ദിനകരൻ, VS തുളസി എന്നിവർ സംസാരിച്ചു. ചരമവാർത്ത. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിനടുത്ത് ചമ്പൻ ഗണേശന്റെ ഭാര്യ സന്ധ്യ നിര്യാതയായി. 26 വയസ്സായിരുന്നു. ശിവഗംഗയാണ് മകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ നിർമ്മിക്കുന്ന പട്ടികജാതി പാർപ്പിട സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ നിർവഹിച്ചു. വലപ്പാട് പഞ്ചായത്തിലെ 29 വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എടത്തിരുത്തി സെന്റ് ആൻസ് ഗവൺമെന്റ് സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക സിസ്റ്റർ മരിയയ്ക്ക് യാത്രയയപ്പും നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.